അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമകനെ, ഇദാ ദഖൽത അലാ അഹ്ലിക്, നീ നിന്റെ വീട്ടുകാരിലേക്ക് പോകുമ്പോൾ, ഫസല്ലിം, നീ അവർക്ക് സലാം പറയണം, യകൂനു ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക്, അങ്ങനെ നീ സലാം പറഞ്ഞാൽ അതിന്റെ ബറക്കത്ത് നിനക്കുമുണ്ടാകും, നിന്റെ കുടുംബക്കാർക്കും ഉണ്ടാകും, ഉമ്മാക്കും ഉപ്പാക്കും അതേപോലെ തന്നെ കുടുംബത്തിലെ മറ്റു അംഗങ്ങൾക്കുമെല്ലാം തന്നെ ആ ബറക്കത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞാൽ പറഞ്ഞ ആൾക്കും ബറക്കത്ത്, കേൾക്കുന്ന ആളുകൾക്കും ബറക്കത്ത്. കാരണം നമുക്കറിയാം അസ്സലാം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനവും ശാന്തിയുമാണ്. അസ്സലാം എന്നത് അള്ളാഹുവിന്റെ പേരാണ്. സുരക്ഷിതത്വവും സമാധാനവും നിർഭയത്വവും നൽകുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് നാം അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ നാമം ഒരു വീട്ടിൽ ഉച്ചരിക്കപ്പെട്ടാൽ അതിന്റെ മറ്റൊരു പ്രത്യേകത, പിശാചുക്കൾ ആ വീട്ടിൽ നിന്ന് ഓടി അകലുമെന്നാണ്. കാരണം സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, നമുക്ക് രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള ദിക്റിൽ തന്നെ അതിന്റെ ആശയമുണ്ട്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ. എന്താണ് അല്ലാഹുവിന്റെ നാമത്തിന്റെ പ്രത്യേകത? അല്ലദീ ലാ യദുറു മഅസ്മിഹി, അല്ലാഹുവിന്റെ പേരിന്റെ കൂടെ ഒന്നും ഉപദ്രവിക്കുകയില്ല, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള. അപ്പോൾ അള്ളാഹുവിന്റെ ഇസ്മ എന്ന് പറഞ്ഞാൽ ഉപദ്രവങ്ങളെ നീക്കുന്ന കാര്യമാണത്. ആ ഇസ്മ ഉച്ചരിക്കപ്പെട്ടാൽ അവിടെ അതിൻ്റെതായ ഖൈറാത്തുകൾ ഉണ്ടാകും, ബറക്കാത്തുകൾ ഉണ്ടാകും, പിശാചുക്കൾ അവിടെ നിന്ന് അകലുന്നതാണ്. ആ നിലക്ക് വീട്ടിൽ ഖൈറും ബറക്കത്തും ഉണ്ടാകും. കാരണം അസ്സലാം എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മുമാണ്. ആ നിലക്കെല്ലാമാണ് വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞാൽ അതിന്റെ ബറക്കത്ത് ലഭിക്കുന്നത്. ഇനി വീട്ടിൽ ആരുമില്ല, നമ്മൾ മാത്രമാണ് വീട്ടിലുള്ളത് എങ്കിൽ പോലും സലാം പറയാം, അസ്സലാമു അലൈക്കും എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ചില സ്വഹാബികളിൽ നിന്നും താബിയങ്ങളിൽ നിന്നും സ്ഥിരപ്പെട്ടതുപോലെ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ഞങ്ങളുടെ മേലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാലിഹീങ്ങളായ എല്ലാ അടിമകളുടെ മേലും അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്നിങ്ങനെ പറയാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ ആളുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആളുകൾ ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അള്ളാഹുവിന്റെ ബറക്കത്തുകളും അള്ളാഹുവിന്റെ റഹ്മത്തും നിങ്ങൾക്കുണ്ടാകട്ടെ, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. വളരെ ബറക്കത്തുള്ള ഒരു പ്രാർത്ഥനയാണ്